പറയുന്ന 6 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 10:30 കറക്റ്റ് 1 മണിക്കൂർ 11:30 നമ്മുടെ വഅദ് അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബീഅത്ത് ഇബ്നു ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോനെ, ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചോ. നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്ക ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പറയുന്ന 6 നന്മകൾ, നല്ല ഗുണങ്ങളുണ്ടല്ലോ നിന്റെ ജീവിതത്തിലും. അല്ലാഹുവേ, നാളെ മുതൽ തുടങ്ങുന്ന പുതിയ വർഷമാണല്ലോ. അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ പടച്ചവനെ ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഞാൻ സൂക്ഷിക്കും ഉസ്താദ് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് വേണം നീ ഇവിടെ ഇരിക്കാൻ. അല്ലാഹു എവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ താബീങ്ങളിൽപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, തന്റെ കണ്ണിനെ ഹറാം കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല. പെങ്ങളെ അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാറില്ല. ഔറത്ത് കാണുന്നത് പോയിട്ട് പടച്ചവനെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല. എപ്പോഴും തലതാട്ടി പിടിച്ചാണ് നടക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എടുത്ത് നോക്ക്. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ആ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നായിരുന്നു. അന്ധനെന്നാണ് വിളിച്ചിരുന്നത്. റബീഅത്ത് ഇബ്നു ഹൈസമിനെ അതാ അന്ധനെന്നാണ് പെണ്ണുങ്ങൾ പോലും വിളിച്ചിരുന്നത്. പടച്ചവനെ, ഹറാം കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് റബിയ എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, മുത്തുനബി സ്നേഹിക്കണോ പെങ്ങള്? അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാൻ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ സ്നേഹിക്കണോ? അല്ലാഹുവേ, അതിനു വേണ്ട 1ാമത്തെ ഗുണമെന്തെന്നറിയോ? പിന്നെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാം കാണുന്നതിനെ തൊട്ട്, അന്യപുരുഷനെ കാണുന്നത് തൊട്ട്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ട് പെങ്ങളെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ പൊന്നുമോള്. ചെറുപ്പക്കാരാ, പാപമല്ലേടാ പൊന്നുമോര്. നിന്റെ ദീൻ പഠിപ്പിക്കുന്നതെന്താണ്? അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ലെന്നാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചിന്തിക്കും ഉസ്താദേ, ഇതൊരു പാപമാണോ? അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് പാപമാണോ? ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും ഉസ്താദ്? എല്ലാരും ചോദിക്കും, പടച്ചവനെ, എല്ലാരും അന്യ പെണ്ണിനെയും കാണും, അന്യ പുരുഷനെയും കാണും, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്നേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 1ാമത്തെ ഗുണം, എപ്പോഴും ഇങ്ങനെ തല താഴ്ത്തി നടക്കും. ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്തും നോക്കാറില്ല. പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരൻ വരുമ്പോ പറയും, അന്ധൻ വരുന്നു, അന്ധൻ വരുന്നു, കണ്ണ് കാണാത്തവൻ വരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അല്ലാഹുവേ പടച്ചവന് ഒരു മറയില്ല. എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിടക്കാം. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഔറത്ത് വരെ നോക്കുന്ന കാലം ആണുങ്ങളും പെണ്ണുങ്ങളും. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പാവമാണോ, നിസ്സാരമല്ലേ? ഒരിക്കലും നിസ്സാരമല്ല. ഒരൊറ്റ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു പാവമല്ലേ, ഇങ്ങനെ നമ്മൾ കാണുന്നതൊരു പാവമായിട്ട് കാണുന്നില്ല. എങ്കിൽ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്. അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, മൊബൈലിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം കേറി വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, ഈ ചരിത്രമൊന്ന് കേട്ടിട്ട് നീ തീരുമാനിക്കൂ. അന്യപെണ്ണിന്റെ ശരീരം കാണുന്നത് ചെറിയ പാപമാണോ, അതോ പടച്ചവനെ ഒരു വലിയ പാപമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, പടച്ചറബ്ബേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹുവേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ അവസാനം നന്നാക്കണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പിന്നെയും പിരിയുകയാണ്, പിന്നെയും ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോ അവിടുന്ന് ഒരു മഹാൻ ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ നിന്നൊരു മഹാൻ ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു എന്റെ സഹോദരൻ. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുവോ വാപ്പാ? അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 1-2 വർഷമല്ല, 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. അവസാനം എന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അവസാന സമയം കിടക്കുമ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള്, എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഖുർആൻ ഓതി മരിക്കാനായിരിക്കും, ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വലിച്ചു കീറുകയാണ്, അവിടുന്ന് വലിച്ചെറിയുകയാണ്. എനിക്കിതിൽ
റിസ്കിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടുന്ന് വലിച്ചു കീറിക്കളയുകയാ. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് ഞാനവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഞാനവിടുന്ന് എന്റെ ജ്യേഷ്ഠന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞില്ല. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. 40 കൊല്ലം അള്ളാന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസാനം വളരെ മോശമായിരുന്നു. അവിടെന്ന് പറഞ്ഞു, തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. ആ സഹോദരനും ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ആ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മരണവും മോശമായിരുന്നു. തങ്ങള് എന്റെ 2 സഹോദരങ്ങളുടെയും അവസാനം മോശമായിരുന്നു. ഇപ്പോൾ അതേ പള്ളിയിൽ ഞാനാണ് ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ ഗതിയും അങ്ങനെയാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു ദുആ ചെയ്യുന്നത്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? അവര് വല്ല പാപവും ചെയ്യുന്നവരായിരുന്നോ? പടച്ചവനെ, ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാ, ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ പെങ്ങള് ആ 2 പേരും കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല, അവർ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടന്നവരായിരുന്നില്ല, അവരല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ 2 സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തരുത്. മഹാനവറുകൾ ചോദിച്ചു, എന്തേ മോനെ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് എന്താ സംഭവിച്ച്? കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു, 2 സഹോദരങ്ങളാ ഉണ്ടായിരുന്നേ. ഒന്നാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിലെ മുഅദ്ദിൻ 40 കൊല്ലം ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയിലെ മുഅദ്ദിൻ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ഒന്നാമത്തെ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരൻ മരിക്കാൻ സമയത്ത് ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുകൊടുത്തപ്പോ വലിച്ചു കയറി വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ കാഫിറായിട്ട് മരിച്ചുപോയി. ആഖിബത്ത് മോശമായി പോയി. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും മരണം ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പള്ളി ബാങ്ക് വിളിക്കണ ഞാനാ. അല്ലാ, എന്റെ ഗതി ഇങ്ങനെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യണേ. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലം? കള്ളുകുടിക്കോ ഇല്ല, വ്യഭിചരിക്കോ ഇല്ല, പലിശ തിന്നോ ഇല്ല, നിസ്കരിക്കോ, എല്ലാം ചെയ്യും. എന്തെങ്ങനെ ആയിപ്പോയെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ 2 സഹോദരങ്ങൾക്കും ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ 2 ചെറുപ്പക്കാർക്കും ഒറ്റ ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പോലെ മൊബൈൽ കിട്ടിയ തേമ്പി തേമ്പി ഇങ്ങനെ നോക്കും, യൂട്യൂബിൽ കയറും, ഫേസ്ബുക്കിൽ കയറും, വാട്സപ്പിൽ കയറും, ആവശ്യമില്ലാത്തതൊക്കെ കാണും. ഉമ്മാ, TV വെച്ചിട്ടെ, TV ഇട്ടട്ടെ, ഞാൻ പറയണില്ല, അലച്ചു നോക്ക് നീ. എടാ ചെറുപ്പക്കാരാ, ടിവിയുടെ മുന്നിൽ അരപ്പാവാട ഇട്ടുകൊണ്ട് ആടിന്റെ പെണ്ണിന്റെ ആട്ടം കാണുന്നുണ്ടോ നീ? നിന്റെ അവസാനം നീ സൂക്ഷിച്ചോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ചെറുപ്പക്കാരാ, മരണം മോശമായി പോകൂടാ.
നമ്മുടെയൊക്കെ അവസാനം മോശമായി പോകും. നീ വിചാരിക്കുന്നത് അത്ര അതത്ര നിസ്സാരമായ പാവ നമ്മൾ കരുതും. അത് വളരെ അല്ലാഹു സിമ്പിൾ ആയിട്ടുള്ള പാവ നമ്മൾ കരുതുന്നത്. പക്ഷെ അത് സിമ്പിൾ അല്ല മോനെ. എന്റെ മരണം തന്നെ മോശമായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 24 മണിക്കൂറും ഹിജാബ് ഇട്ട് കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മായും ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണാറില്ലേ? നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാറില്ലേ? ഫർദ ഇട്ടോണ്ടാ നടന്മാരൊക്കെ അതിനകത്ത് അഭിനയിക്കണേ? എടാ ചെറുപ്പക്കാരാ, സിനിമാ നടിമാരൊക്കെ ഫർദ ഇട്ടോണ്ടാണോ? അത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല. അതുകൊണ്ടാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത് അന്യ പെണ്ണിന്റെ മയ്യത്ത് നീ കാണാൻ പാടില്ല. ഇന്ന് എറണാകുളത്തേക്ക് വണ്ടിയിൽ പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ അവസാനമല്ല ആ ലൈറ്റുകൾ മുഴുവനും അണയ്ക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി, ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി എറണാകുളത്ത് പോയിട്ട് പടച്ചവനെ കാത്തുകിടക്കുന്ന യുവത്വേ, എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോന്. അതിന് സാരമായി കളയേണ്ട ഒരു പാപമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങള്. പടച്ചറപ്പിനെ പേടിക്ക്. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹനെ കാണേണ്ടത്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത്, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ ഇതേ കണ്ണുകൊണ്ട് നിന്നെ പടച്ച റബ്ബിനെ കാണണ്ടേ പെങ്ങള്. എന്റെ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ടാണ് നീ അല്ലാഹനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് മുത്തുനബിയെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകുമായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ഒരു ദിവസം അവിടെ നിന്ന് ഈശാ നമസ്കാരം കഴിഞ്ഞു തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഈശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങൾക്ക് നടുവിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണോടുകയാ. ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് ഈ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? അല്ലാ, ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്. ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ. അല്ലാഹുവേ, എല്ലാ
നശിച്ചു പോയല്ല അല്ലാ. ഇത്രയും വർഷക്കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സർവ്വതം നശിച്ചു പോയല്ല അല്ലാ. ചെറുപ്പക്കാലം നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരന്യ പെണ്ണ് തന്റെ ശരീരത്തെ തൊട്ടപ്പോ, ഒരന്യ പെണ്ണ് പാതിരാത്രി ആരും കാണാതെ തന്റെ മാരടത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ, ബോധം കെട്ട് താഴെ വീണു. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം ഏതോ വഴിയാത്രക്കാര് ഈ ചെറുപ്പക്കാരന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രായമുള്ള പിതാവ് കാത്തു നിൽക്കുകയാണ്. അതാ അവിടുന്ന് സ്വഹാബത്ത് തന്റെ പൊന്നാര മകനെ ചുമന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അതാ വാപ്പ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. തന്റെ മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഖസ്റ ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും പോയി വാപ്പാ. വ്യഭിചാരിയായി ഒരന്യ പെണ്ണന്റെ ശരീരത്ത് പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് തന്റെ പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, എന്തിനാ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി. പൊന്നാര മകനെ കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം മകൻ പറഞ്ഞു, വാപ്പാ ഉമർ തങ്ങളോട് ചോദിക്കൂ. അവസാനം ആ പിതാവ് ഉമർ തങ്ങളുടെ മുന്നിൽ ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമകനെ തെറ്റുകാരനല്ല, അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് അവിടെന്ന് പറയുമ്പോ അവസാനം വാപ്പ തന്റെ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. പടച്ചവനെ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ച് ഹൃദയം പൊട്ടിയിട്ടും മരിച്ചു കിടക്കുകയാ. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഈ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, വാപ്പ വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കാണുകയാ. അവസാനം ഈ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു. പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. പെങ്ങളെ, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തെ തൊടാമെന്നാല് ആ സമയത്ത് നീ പിന്മാറണ്. അവന്റെ കൂടെ നീ കൂടരുത്. ആ സമയത്ത് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ, ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവളാകട്ടെ, നിന്റെ ഫ്രണ്ടാകട്ടെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയാകട്ടെ, പൊന്നുമോനെ വേണ്ടടാ, പൊന്നുമോനെ വേണ്ടടാ. ആ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ.
സ്വർഗമാടാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. മൃതങ്ങളാ ചെറുപ്പക്കാരന്റെ ജനാസ ആ ഖബറിന്റെ ഭാഗത്തിരുന്നിട്ട് ആ പൊന്നു മകനോട് പറഞ്ഞു, മോനെ നിനക്കല്ല രണ്ട് സ്വർഗം തരുമടാ എന്നവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അവളെയാടാ കണ്ടുപിടിക്കേണ്ടത്. ആ ചെറുപ്പക്കാരെയാണ് നീ കൂട്ടുകാരനാക്കേണ്ടത്. അവരുടെ സ്വഭാവമാണ് നിയമ ജീവിതത്തിൽ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് പൊന്നുമോനെ, മുത്തുനബി നിന്നെ സ്നേഹിക്കണോ? നീ ജീവിതത്തിൽ ഒരിക്കൽ പോലെ കാണാത്ത ആ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നിന്നെ സ്നേഹിക്കണോ? നിന്നെ കൂട്ടുകാരനാക്കണോ? അനസ് തങ്ങളല്ലേ പറഞ്ഞത്? മുത്തുനബിയുടെ കൂടെ 10 വർഷക്കാലം നടന്ന അനസ് തങ്ങളാ പറയുന്നത്, മോനെ അല്ലാഹുവിന്റെ പ്രവാചകം നിന്നെ സ്നേഹിക്കുമടാ ചെറുപ്പക്കാരാ. എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ കണ്ണിനെ സൂക്ഷിക്കു പൊന്നുമോര്. ഹറാമ് കാണുന്നതിനെ തൊട്ടു, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ടു, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാ മുത്തുനബി നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, എല്ലാം നിർത്തിക്കോ. ഈ 2019 വിട പറയുമ്പോ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്ന് കൊണ്ട് കഴുകിക്കളഞ്ഞോ. ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഒരുപാട് സീരിയൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്. എല്ലാം അല്ലാഹു പുറത്തു തരും പെണ്ണ്. കാരണം അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. അല്ലാഹയല്ലേ പറഞ്ഞത് എന്നോട് ചോദിക്കാറ്? അല്ലാഹയല്ലേ പറഞ്ഞത്? നീ എത്ര പാപം ചെയ്താലും പേടിക്കണ്ട, എത്ര വലിയ ദ്രോഹം ചെയ്താലും പേടിക്കണ്ട, എന്നോട് ചോദിക്ക്. എനിക്ക് തൗബ ചെയ്യുന്നവരവല്ലാത്ത ഇഷ്ടവാ, എനിക്ക് തൗബ ചെയ്യുന്നവരവല്ലാത്ത ഇഷ്ടവാ. ഒരു തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും ചെയ്തു, പിന്നെയും തൗബ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തൗബ ചെയ്തു. അല്ലാഹ് നിന്നോട് വെറുപ്പല്ല, സ്നേഹം കൂടും പെങ്ങള്. അതുകൊണ്ട് തെറ്റുപറ്റാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, ഈമാനില്ലാത്തതിന്റെ അടയാളം അറിയണോ? അതാ മുഫസ്സിരീങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം പറയട്ടെ. എല്ലാരും മുസ്ലിമീങ്ങളാണ്, നിസ്കരിക്കുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, കേൾക്കുന്നവരാണ്, നബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരാണ്. എങ്കിൽ ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ടെസ്റ്റ് ചെയ്യണോ ചെറുപ്പക്കാരാ? നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? യഥാർത്ഥ വിശ്വാസിയാണോ? ഈമാനുള്ള മനുഷ്യന് രണ്ടടയാളമുണ്ടെന്ന് മഹാന്മാരവിടെന്ന് പഠിപ്പിക്കുകയാ. ഒരു മനുഷ്യന് ഈമാനുണ്ടോ എന്നറിയാൻ രണ്ടടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന ഗുണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഈമാനില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് നന്മകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, നന്മ ചെയ്യാൻ അവസരം കിട്ടി, ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് പാഴാക്കി കളഞ്ഞു. ഒരു നന്മ ചെയ്യാൻ അള്ളാഹു ഒരു അവസരം നൽകിയിട്ട് അത് പാഴാക്കി കളഞ്ഞു. ഇന്ന് രാത്രി ഈ ഡിസംബർ 31 അന്ന് ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു ഒരു അവസരം തന്നു. എന്നിട്ട് പലരും അവിടെ ഇവിടെ അലഞ്ഞു നിൽക്കുന്നു, അപ്പുറത്തൊക്കെ കളി നടക്കുന്നു, അപ്പുറത്തൊക്കെ പലതും നടക്കുന്നു. അള്ളാഹുവെ, ഒരു നന്മ ചെയ്യാൻ അള്ളാഹു ഒരു അവസരം തന്നിട്ട് പാഴാക്കി കളഞ്ഞു. പക്ഷെ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദനയുമില്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമവും ഇല്ല.
നിസ്കരിക്കാത്തതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല, വയല് കേൾക്കാൻ പോകാത്തതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ആ അവസരം പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ അവന് യാതൊരു വിഷമവുമില്ല. രണ്ട് മഹാന്മാര് പറയുന്നു, അള്ളാഹുവെ പടച്ചവനെ ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അള്ളാഹു കാണുന്നുണ്ടെന്നവൻ അറിയാം, എന്നിട്ടൊരു തെറ്റ് ചെയ്തിട്ട് ഒരു കുറ്റബോധം തോന്നുന്നില്ല. അള്ളാഹുവെ പടച്ചവനെ തെറ്റാണെന്നറിയാം, ഞാൻ ചെയ്യുന്നത് അള്ളാഹു കാണുന്നുണ്ടെന്നറിയാം, എന്നിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്യാം, ഒരു കുറ്റബോധം തോന്നുന്നില്ല, ഒന്ന് നന്നാകണമെന്ന് തോന്നുന്നില്ല. പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു കാണുന്നുണ്ടെന്നറിയാം. കള്ളു കുടിക്കുന്നത് പാപമാ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. നിസ്കരിക്കാത്തത് പാപമാ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള എല്ലാ പാപങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, അള്ളാഹു കാണുന്നു എന്ന് വിശ്വസിക്കുന്നവനാ. പക്ഷേ ഞാൻ ചെയ്തല്ലോ എന്നോർത്തിട്ടൊരു കുറ്റബോധമില്ല. ഇത് രണ്ടുമില്ലാത്തവന് ഈമാൻ ഉണ്ടാകില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഹോദര, ജീവിതത്തിൽ ഞാനും പാപം ചെയ്തിട്ടുണ്ട്, നിങ്ങളും പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പാപം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാനുള്ളതല്ല, ഒന്ന് ഇറക്കി വെക്കണം. ഈ പാപങ്ങൾ മുഴുവനും ഒന്ന് കഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ? നീ എന്തിനെ പേടിക്കണേ? നീ ചോദിക്കൂ, ഉസ്താദേ, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത അല്ലാഹു സ്വീകരിക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇത് അല്ലാഹു തന്നെയല്ലേ പറഞ്ഞേ? അല്ലാഹ് ഇല്ലടാ പറഞ്ഞേ. നിന്റെ റബ്ബാരാ 100 കൊല ചെയ്തവൻ അല്ലാഹ് പുറത്തു കൊടുക്കും. 100 കൊല ചെയ്ത ഒരു മനുഷ്യൻ, ചരിത്രം പറയുകയാ, 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ. 99 പേരെ കൊന്നിട്ട് ഒരു മനുഷ്യന്റെ അടുക്ക പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുമോ? 99 എണ്ണത്തിനെ കൊന്ന നിനക്ക് അല്ല പുറത്തു തരത്തില്ലടാ, എന്നാ 100ാമത് നീയാ 100 തയ്ക്കാന്ന് പറഞ്ഞ് ഓനെയും കൊന്നു. 100 പേരെ കൊന്നു. എന്നിട്ട് ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് അള്ളാഹുവിന് മഹാന്റെ അടുക്ക പോയി ചോദിച്ചപ്പോ പറഞ്ഞു, നീ തൗബ ചെയ്യ, അല്ല പുറത്തു തരും. എടാ, 100 കൊല ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുത്തു. 2, മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് പള്ളിപ്പറമ്പിൽ കബറടക്കി. ആ കബറിന്റെ അകത്ത് പോയി കിടന്നിട്ട് ആ മയ്യത്തിനെ വ്യഭിചരിച്ച ഒരു ചെറുപ്പക്കാരൻ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ അവിടെ ചരിത്രം പറയുന്നുണ്ട്. ചരിത്രം, മയ്യത്തടക്കിയ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കിയ ഒരു പെണ്ണിന്റെ മയ്യത്ത് കബറു മാന്തിയിട്ട് കബറിന്റെ അകത്ത് കിടന്നിട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചു. ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോ അള്ളാഹു പുറത്തു കൊടുത്തു. എടാ, സ്വന്തം പെമ്മക്കള് ജീവനോടെ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് കളഞ്ഞ വാപ്പമാർക്ക് അള്ളാഹു പുറത്തു കൊടുത്തടാ മോനെ. എത്രയോ വലിയ കൊടും പാപികൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. കാരണം അല്ലാഹ് കരുണയുള്ളവനാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, പെങ്ങളെ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഏറ്റുപറ, അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരുമാറാകട്ടെ. ഉറക്കല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. ആ പൊറുക്കാനുള്ള വഴി എന്താ? ആ പൊറുക്കാനുള്ള വഴിയാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത്. അള്ളാന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പറയാം. ആ പറയുന്ന ആയത്ത് ഇഖ്ലാസോടുകൂടി ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതിയിട്ടേ പിരിയാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക, ഓതാന്ന്. ആ കൈവക്കാത്ത അതിനകത്ത് അപ്പോഴും ഉണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദം ഓതിയിട്ട് അവസാനം ചോദിക്കുമ്പോൾ മറുപടി പറയണ കലവടയ്ക്കണ സ്വഭാവം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകാനാ. എന്നിട്ട് കൈവക്കാൻ പറഞ്ഞപ്പോ ചില ബിരുദന്മാര് പൊക്കണില്ല. താത്തമാര് ഓതാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. താത്ത, നീ എന്താ അരക്കൈയിലൊതുക്കിയ? അവിടെയുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എടാ, ഇത്രയൊക്കെ പറഞ്ഞു. ഒരു അന്യ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു മനുഷ്യന്റെ ആക്കിബത്ത് മോശമായ കഥ ഞാൻ പറഞ്ഞു തന്നത് വെറുതെയല്ല, ചിന്തിക്കാനാ. അപ്പൊ പിന്നെ നമ്മുടെ ഗതി എന്തായിരിക്കും? നമ്മുടെ ഗതി എന്താ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നന്നാകാൻ പറ്റണില്ല. പലർക്കും അതിനുള്ളൊരു മനസ്സില്ല. തലകുത്തി കിടന്ന് തൗബ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ഒരായത്തോതട, അള്ളാന്റെ ഖുർആനിലെ ഒരായത്തോത്. അള്ള നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടും മനസ്സില്ലാത്തവനെ എന്തുകൊണ്ട് നിന്റെ ഹൃദയം ഇങ്ങനെ ആയെന്നറിയും? എന്തുകൊണ്ട്? ചോദിക്കല്ലോ ഉസ്താദേ, എത്രയോ വയല് കേൾക്കുന്നു, എന്റെ നന്നാകാത്ത? എന്റെ താത്തമാരെ വയല് കേട്ടിട്ട് നന്നാകാത്ത? എല്ലാ പെണ്ണിന്റെ മൊബൈലിലും വയലില്ലേ?
എല്ലാ പെണ്ണുങ്ങളുടെയും ആണുങ്ങൾ ഏകദേശമുള്ള ആണിന്റെയും പെണ്ണിന്റെയും മൊബൈലിൽ വഅദുണ്ട്. വഅദില്ലാത്ത ഏതെങ്കിലും ഒരു മൊബൈൽ ഉണ്ടോ? സിനിമയുണ്ട്, ആൽബമുണ്ട്, അതിനകത്തൊരു വഅദുണ്ട് ബർക്കത്തിന്, ഇല്ലേ? ഇന്ന് പെണ്ണുങ്ങൾ ഉറങ്ങുന്നത് വഅദ് കേട്ടിട്ടാ. ഉറങ്ങണമെങ്കിൽ വഅദ് കേൾക്കണം, ഉറങ്ങണമെങ്കിൽ വഅദ് കേൾക്കണം. അപ്പൊ വഅദുമായിട്ട് നസീഹത്തുമായിട്ട് അത്രയും ബന്ധമുണ്ട്. എന്തെ നന്നാകാത്ത? ഞാൻ കാരണം പറഞ്ഞുതരാം. എടാ ചെറുപ്പക്കാരെ, നമ്മൾ ഈ പലർക്കും എത്ര നന്മ, ഖബറും മരണവും നരകവും പരലോകവും മഹ്ശറും എന്നാ പറഞ്ഞാലും ഒരു മാറ്റമില്ല. എത്രയൊക്കെ കേട്ടിട്ട് ഒരു മാറ്റമില്ല. എന്ത് കാരണം? അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ കാരണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കും. ഒരൊറ്റ ചരിത്രം. ഇത് കേട്ടോ, ഇത് ഓരോരുത്തർക്കും ഉള്ളതാ. എനിക്ക് എന്റെ കാര്യം നിങ്ങൾക്ക്. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ അറിയാം എന്ത് നിനക്ക് നന്നാകാത്തത്. എടാ, അള്ള നിനക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ ഒരു അവസരം തന്നിട്ട് ഞാനില്ല, അള്ള വെളിയിലേ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് റബ്ബേ ഇരിക്കാൻ പറ്റിയില്ലല്ലോ. അള്ള ഒരു ഖേദം നിന്റെ മനസ്സിലില്ല. എടാ, എന്ത് ചെയ്താലും അള്ള കാണുന്നുണ്ട്. നീ ആലോചിക്കേ. അതുകൊണ്ടാ തഴവ ഉസ്താദ് പറഞ്ഞത്, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ നീയല്ലാതെ ആരുണ്ട് പടച്ചോനെ? അല്ല, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ആരാ ഉള്ളേ? ഒരാളും ഇല്ല. അല്ല, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ പെട്ടുപോയി, എന്റെ നഫ്സ് എന്നെ ചതിച്ചു, ശൈത്താൻ എന്നെ പിഴപ്പിച്ചു, പലപ്പോഴും ഞാൻ പല തെറ്റുകളും ചെയ്തു പോയി തമ്പുരാനെ. അല്ലാതെ നിന്നെ ധിക്കരിച്ചിട്ട് ചെയ്തല്ല. അല്ല, ആലോചിക്കേ. ഏറ്റവും വലിയ ദുൽമെന്തെന്നറിയോ? ഇപ്പൊ ഒരു പെണ്ണും ഒരാണും കൂടെ ആരുമില്ലാത്ത ഒരു ഭാഗത്ത് ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ബീച്ചിലും പാർക്കിലൊക്കെ പോയാൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരാണും പെണ്ണും കൂടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ബീച്ചിൽ നടക്കണ കാവൽക്കാരൻ എങ്ങാണ് അതിലേക്കൂടെ ഒന്ന് വന്നാ പടച്ചനെ ചാടിയിരുന്നേ. ഇല്ലേ? നിങ്ങളൊക്കെ മലക്കുകളാ? ഉള്ളത് പറ മനുഷ്യ. ചാടി എഴുന്നേക്കില്ലേ? എഴുന്നേക്കില്ലേ? പോട്ട്. വീടിന്റെ അകത്ത് മൊബൈലിന്റെ അകത്ത് കുത്തിക്കൊണ്ടിരിക്കുക. ആരും കാണാതെ വീടിന്റെ റൂമിന്റെ അകത്ത് ഈ പെണ്ണുങ്ങളെ, ചില പെൺപിള്ളാരിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മ വരുന്ന സൗണ്ട് കേൾക്കുന്നു. ഉടനെ എന്ത് ചെയ്യും? ഫോൺ ഓഫ് ആക്കി വെക്കും. നിന്റെ ഉമ്മാനെ നീ പേടിച്ചു. പാർക്കിലെ കാവല് നിൽക്കുന്ന ആ പാവപ്പെട്ട സെക്യൂരിറ്റിയെ കണ്ടപ്പോ നീ പേടിച്ചു. എന്നാ അള്ള കണ്ടോണ്ടിരിക്കണില്ലേ മോളെ? ആ സെക്യൂരിറ്റിക്ക് കൊടുത്ത വില പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ.